അസ്സലാമലൈക്കും. നൗസോ ഒന്നും ഉരുവിട്ടാജ്, ഒന്ന് രണ്ടക്ഷരം ഉരുവിട്ട. പഴയതാണ് കേട്ടോ, ഇപ്പം പുതിയതല്ല. രണ്ടക്ഷരം ഒന്ന് ഉരുവിട്ട. എൻ്റെ ഉരുവിടൽ കേൾക്കാനൊരു ഒരു ചന്താണ്. നിയൽവാദികൾ, അതേപോലെ മുഅ്ജിസത്ത് നിഷേധികൾ, പുത്തൻവാദിന്റെ കൂടെ ഇരിക്കുന്നവർ വട്ടം കറക്കണ കണ്ട് പേടിച്ചൊന്നും പാടട്ടോ. നിയൽവാദികൾ, പിന്നെ മുഅ്ജിസത്ത് നിഷേധികൾ, പുത്തൻവാദികളുടെ കൂടെ ഇരിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വട്ടം കറക്കണ കണ്ട് കാണുമ്പോൾ നമ്മൾ ബേജാറാകൊന്നും വേണ്ട. കേട്ടോളി കൂട്ടത്തിൽ കൂട്ടണ്ട എന്ന് ശക്തമായി പറയുന്നുണ്ട്. ഒരു വിദ്വാൻ പറയാ അത് ഞാൻ നൗഷാദെ എടാന്നൊക്കെ പറഞ്ഞപ്പോൾ പല ആൾക്കാരും പ്രതിപക്ഷ ബഹുമാനം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമൻറ്റിൽ എഴുതിയിരുന്നു. ഇവൻ വിദ്വാൻ എന്നൊക്കെ പറയുന്നത് ആരെ അറിയോ? വലിയ വലിയ ഉസ്താദുമാരെ കേട്ടോ. ഇവന് പ്രതിപക്ഷമൊന്നും ബഹുമാനം വേണ്ട, ഇവനെല്ലാം തേഞ്ഞു തിരിക്കല്ലേ. എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാവും മോനെ. ഇതേതാ കാലം നിനക്കറിയോ? ഇത് പറഞ്ഞതും പിന്നെ ഓനിലും മേലുള്ള മൂല്യരാണ്. ഓനി പറയണ മോനെ ഇതേതാ കാലം എനിക്കറിയോ. അപ്പം ഈ പ്രതിപക്ഷ ബഹുമാനങ്ങളൊന്നും ഇവർക്ക് ബാധകല്ലേ? ഇവർ പിന്നെ ആരാപ്പം ഇപ്പം എന്താണപ്പം? ആലമുൽ അർവാഹ്ന്ന് ബൈത്തുൽ മഅമൂറിന്ന് സംസം വെള്ളത്തിന് കുളിപ്പിച്ച് നേരം കണ്ട് വിട്ടതവനെ. ഇവർക്കതൊന്നും ബാധകല്ല. ഇവർക്ക് എന്തും വിളിക്കാം. എടോ എന്നൊക്കെ വിളിച്ചാണ് സംസാരിക്കണത് കേൾക്കണം. ഈ ഫോണ് എന്റെ ഫോണിൽ നിന്ന് വൈലത്തൂർ തങ്ങളെ ഫോണിലേക്ക് ഞാൻ ഡയറക്റ്റ് വിളിച്ചതാ. വൈലത്തൂർ തങ്ങൾ ഉള്ള കാലഘട്ടത്തിൽ വൈലത്തൂർ തങ്ങൾ പാപ്പാനെ പറ്റിച്ച കഥയെ പറയുന്നേട്ടോ. ഇജൈനെ ആരെ ചങ്ങായിയെ പറ്റിച്ചാത്തത്? കാളമ്പാടി ഉസ്താദിനെ ഫോൺ ചെയ്ത് കണ്ട് റെക്കോർഡ് ചെയ്ത് പറ്റിച്ചിട്ടുണ്ട്. അതുപോലെ കോയക്കുട്ടി ഉസ്താദിനെ റെക്കോർഡ് ചെയ്ത് പറ്റിച്ചിട്ടുണ്ട്. അതുപോലെ ചെറുശ്ശേരി ഉസ്താദിനെ കോൾ ചെയ്ത് കണ്ട് റെക്കോർഡ് ചെയ്ത് പറ്റിച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ആളുകളെയും നീ റെക്കോർഡ് ചെയ്ത് പറ്റിച്ചിട്ടുണ്ട് നൗഷാദേ. ഇന്ന് ഷംസുൽ ഉലമൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഷംസുൽ ഉലമയെ തെറ്റിദ്ധരിച്ചവരോട് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ടല്ലോ. ഈ SKSSFൻ്റെ കുട്ടികൾക്ക് അത് അറിയില്ല. അതുകൊണ്ട് ഈ 4 കുട്ടികൾ എൻ്റെ മുന്നിൽ വന്നു തീർക്കുന്നുണ്ട്. പ്രിയപ്പെട്ട SKSSFൻ്റെ പ്രവർത്തകരെ മനസ്സിലാക്കിക്കോളിയും കേട്ടോ. ഈ നൗഷാദിൻ്റെ മുന്നിൽ പോയി ഇരുന്നാൽ നിങ്ങൾക്ക് ദുനിയാവും പോവും ആഖിറവും പോവും. കാരണം ഇവൻ ഒരു ക്ലിപ്പ് വീരനാണ്. ഇവൻ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന് ഫോൺ ചെയ്ത് റെക്കോർഡ് ചെയ്ത് ആ റെക്കോർഡ് കുന്നുമ്മൽ അവിടെ കൊടുന്ന് പ്രദർശനം നടത്തിയിരുന്നു. അതുപോലെ തന്നെ കോയക്കുട്ടി ഉസ്താദിന്, അതുപോലെ തന്നെ ചെറുശ്ശേരി ഉസ്താദിന്, ഇതുപോലത്തെ വലിയ വലിയ പണ്ഡിതന്മാർക്ക് ഫോൺ ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് ഇവൻ സംസാരിച്ചിരുന്നു. അന്ന് പേരോട് ഉസ്താദ് മൗലാന പേരോട് ഉസ്താദ് അന്ന് ചങ്ങായിനോട് പറഞ്ഞതാ, മോനെ നൗഷാദേ ആ കളി വേണ്ടടാ, വലിയ വലിയ മൂല്യന്മാരാണ് റെക്കോർഡ് ചെയ്ത് കാണ്ട്, അവർക്ക് അതിനെ പറ്റിയൊന്നും അറിയൂല. അപ്പോൾ പലതും പറയും, അതൊന്നും പിടണ്ടടാ. അതെന്ത് കേട്ടിട്ടില്ലേ നിങ്ങൾ? അമ്പലക്കടവായാലും വേണ്ടില്ല, പള്ളിക്കടവായാലും വേണ്ടില്ല എന്ന് പിന്നെ നമ്മളെ കാളമ്പാടി ഉസ്താദ് പറഞ്ഞെന്താ? അതൊക്കെ റെക്കോർഡ് ചെയ്ത് കാണ്ട് പുറത്തു വിട്ടത് കൊണ്ടല്ലേ നമ്മൾ അറിഞ്ഞത്. അതിൻ്റെയൊക്കെ വീരൻ, ക്ലിപ്പ് വീരൻ ഈ പറയപ്പെട്ട നൗഷാദി എന്ന് പറഞ്ഞ ഈ കാട്ടുകള്ളനാണ് എന്ന് മനസ്സിലാക്കിക്കോളി കേട്ടോ. ഓൻ്റെ മുന്നിൽ പോയി ഇരുന്ന് ഓനെ സഹകരിക്കുന്നവർ എൻ്റെ SKSFൻ്റെ കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോളി. അതിന്റെ സമയം എന്റെ കയ്യിലുണ്ട്, ഡേറ്റ് എന്റെ കയ്യിലുണ്ട്. അത് ഫോണിന്റെ ഹെഡ് ഓഫീസിൽ ചെന്നാൽ ആർക്കും കിട്ടും. എന്താപ്പം പറയണറിയോ? വൈലത്തൂർ തങ്ങൾക്ക് ഫോൺ ചെയ്തത്, റെക്കോർഡ് ചെയ്തത്, വൈലത്തൂർ തങ്ങൾ പാപ്പാനെ പറ്റിച്ചത്, അത് നിങ്ങൾക്ക് ആ ഫോണിൻ്റെ ഹെഡ് ഓഫീസിൽ ചെന്നാൽ കിട്ടുന്നു. അഥവാ ഇവൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? വെറും മുനാഫിക്ക്, കപട വിശ്വാസം. ഇവൻ തമ്മിലടിപ്പിക്കുക. പേരോട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും അതുപോലെ തന്നെ വൈലത്തൂർ തങ്ങൾ പാപ്പയെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ചെയ്ത പണി. ഇവൻ വൈലത്തൂർ തങ്ങൾ പാപ്പയെ ഫോണിൽ വിളിച്ച് വൈലത്തൂർ തങ്ങൾ പാപ്പ നിഷ്കളങ്ക മനസ്സോടുകൂടെ ഫോണിലൂടെ ഇവനോട് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് പേരോട് ഉസ്താദിന് എതിരാക്കി മാറ്റുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ എവിടെയെങ്കിലും ഇവൻ റെക്കോർഡ് ചെയ്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് പേരോട് ഉസ്താദ് മോശക്കാരനാണ് എന്നോ പേരോട് ഉസ്താദിനെ എന്തെങ്കിലും വൈലത്തൂർ തങ്ങൾ പറയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം, പരിശോധിക്കാം. ഇവൻ അങ്ങോട്ട് പറയുന്നുണ്ട്, ആ സമയത്ത് വൈലത്തൂർ തങ്ങൾ പാപ്പ അങ്ങോട്ട് പറയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവൻ വിടുന്ന റെക്കോർഡ് നമുക്കൊന്ന് കേട്ടു നോക്കാം പ്രിയപ്പെട്ടവരെ.
ഏതെങ്കിലും ഒരു ലഫ്ള് ഞങ്ങൾ എഡിറ്റ് ചെയ്തത് തെളിയിച്ചാൽ പിന്നെ ഞങ്ങൾ ഈ പണിക്ക് പറ്റുമോ? അത് പറ്റൂല. ഏതെങ്കിലും എഡിറ്റ് ചെയ്ത് കാണ്ട് അതിനോടൊപ്പം ചേർത്തു എന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ ഈ പണിക്ക് പറ്റൂല. അത് ശരിയാണ്. കാരണം അല്ലാതെ തന്നെ ഉണ്ടാക്കുന്നു, യഥാർത്ഥത്തിൽ തന്നെ എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ വയ്ക്കുന്നു. ഓരോരുത്തർക്ക് വിളിച്ചുകാണ്ട് ക്ലിപ്പ് വീരനായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ വയ്ക്കും. അന്ന് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഓലൊക്കെ ഇപ്പം എവിടെ മോനെ, എവിടെ? അന്നൊക്കെ ക്ലിപ്പ് റെക്കോർഡായിട്ട് വിട്ടു തരാനുണ്ടായിരുന്നു. ജിഷാൻ മായി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ചങ്ങായും കൂടി ഉണ്ടായിരുന്നു അല്ലേ, നമ്മൾ രാമന്തളിയും കൂടി ഉണ്ടായിരുന്നു. ഓലൊക്കെ ഇപ്പം എവിടെ പോയി? ഒരു അഡ്രസ്സും ഇല്ലല്ലോ. ഇജിപ്പോൾ തൊരീക്കത്ത് കൂടിക്കാണ്ടുള്ള ആനിമീങ്ങളെ മുഴുവൻ തിന്നുകൊണ്ട് എടുക്കുക. എന്നിട്ട് എനിക്ക് ഈ പണിക്ക് പറ്റുമോ? അന്നെ ഈ പണിക്ക് പറ്റൂടാ, അന്നെ പണിക്ക് പറ്റും. ഇത് ഈ ദുനിയാവ് നിങ്ങൾക്കറിയോ? ഒരുത്തം പൊട്ടത്തരം ചെയ്താൽ അത് തെളിയാതെ പോവോ? പൊട്ടത്തരം ചെയ്താലൊന്നും തെളിയാതെ പോകൂല മോനെ. അതുകൊണ്ടാണല്ലോ എന്റെ പൊട്ടത്തരം മുഴുവൻ പുറത്തു വരുന്നത്. ഇപ്പോ ഇല്ല, ഞങ്ങൾ അതിൽ ഒരു ലഫ്ളും ചേഞ്ച് ചെയ്തിട്ടില്ല. എന്താണോ തങ്ങൾ പറഞ്ഞത് അത് അതുപോലെ കേൾപ്പിച്ചതാണ്. അത് തെളിയിക്കാൻ ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറുമാണ്. അതിന്റെ ഒന്നും ആവശ്യമല്ലേ. എന്തിനാ അറ്റം വരെ പോണു? ഇജ്ജ് പറഞ്ഞാൽ തന്നെ ഞമ്മക്ക് തെളിവല്ലേ. പറ അങ്ങനെ കള്ളപ്പണി നോക്കിയാണ് ഞങ്ങൾ എത്ര ഉണ്ട്? 10-100 ഇനിയും ബാക്കിയുണ്ട്. അത് ഉറപ്പല്ലേ? എൻ്റെ അടുത്ത് 10-100 എന്നല്ല ഞങ്ങളെ വിശ്വാസത്തില്. എൻ്റെ അടുത്ത് കുറേ ഉണ്ട്. 100 എന്നല്ല 30,000 ഉണ്ടാവുന്ന ഞങ്ങളെ വിശ്വാസത്തില്. അപ്പൊ ഇജ്ജ് പറയണേ 100 എന്നുള്ളൂ. ഞങ്ങൾ പറയണ എൻ്റെ അടുത്ത് 30,000 ഉണ്ടാവും. കാരണം എന്താ? ഉള്ള ആലിമീങ്ങളെ മുഴുവനും പറ്റിക്കല്ല എൻ്റെ പണി. ഉള്ള ആലിമീങ്ങളെ മുഴുവൻ എൻ്റെ ഈ വർത്താനം കേട്ട ഏതോ ഗ്രഹണം പിടിച്ച നേരത്താണ് എന്നെ പറ്റിക്കണമെന്ന് തോന്നിപ്പോവും. ഏതോ ഒരു സൂര്യഗ്രഹണത്തിൻ്റെ നേരത്തോ അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണത്തിൻ്റെ നേരത്തോ ആണ് എന്നെ പ്രസവിച്ചിക്കണമെന്ന് തോന്നിപ്പോവും. എൻ്റെ സംസാരം കേട്ടാൽ അങ്ങനെ മനസ്സിലാവുന്നത്. കാരണം അത്രമാത്രം ഈ കുരുട്ടുബുദ്ധിയിൽ കുളിച്ച ആളുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ആരാണെന്ന് ചോദിച്ചാൽ കാട്ടുവളപ്പിൽ നൗഷാദ് എന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനത്തെ കളനാച്ച്. എന്നിട്ട് 100 കണക്ക് ഉണ്ട് എൻ്റെ അടുത്ത് ഉണ്ട് ഞങ്ങൾക്ക് ഉറപ്പല്ലേ. പിന്നെന്താ? ഒക്കെ ഞങ്ങൾ കയ്യിലുണ്ടായിട്ട് ഞങ്ങൾ ഇട്ടിരുന്നോ? ആവശ്യം വരുമ്പോഴും ഒന്നുകൂടി വെച്ചോടും കിടക്കട്ടെ. മംഗലാപുരത്ത് വന്നിട്ട് ഒരു പുതിയതില്ല മോശമല്ലേ? ബർക്കത്തിന് വേണ്ടിയിട്ട് തങ്ങൾ പാപ്പാനെ പറ്റിച്ച ബറക്കത്ത് എന്ത് ചെയ്യാണ്? മംഗലാപുരത്ത് സ്റ്റേജിൽ ഉപയോഗപ്പെടുത്തുകയാണ്. എൻ്റെ മംഗലാപുരത്തുകാരെ, എൻ്റെ മുസ്ലിമായ ചെറുപ്പക്കാരെ, ഇതുപോലത്തെ പിരാന്തന്മാരെ മുന്നിൽ എന്തിനു നിങ്ങൾ ഇരുന്ന് കൊടുക്കുന്ന സുഹൃത്തുക്കളെ? എത്ര വേറുള്ള പണികളുണ്ട്. കാരണം ഇവൻ ചെയ്യുന്ന ഈ പണി ചെറിയ ബുദ്ധിക്ക്, കേവലം ചെറിയ കോമൺ സെൻസിനനുസരിച്ചിട്ട് സംസാരിക്കുന്ന ചെറിയ ബുദ്ധികൾക്ക്, 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കനുസരിച്ചിട്ട് ഇവൻ പറയുന്ന ഈ കോപ്രാട്ടിത്തരം ഇത് ഇസ്ലാമിനിക്ക് യോജിച്ചതല്ല, ഒരു മുസ്ലിമിനിക്ക് യോജിച്ചതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ? വലിയ വലിയ സയ്യിദന്മാരെ വിളിച്ച് റെക്കോർഡ് ചെയ്ത് ആ റെക്കോർഡ് പുറത്തിട്ട് ഇസ്ലാമിലുള്ള മുസ്ലിമീങ്ങളിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെയും തമ്മിലടിപ്പിക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി ഇബ്ലീസ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ഈ നൗഷാദല്ലാതെ ആരുണ്ട് കൂട്ടരെ? പറയട്ടെ. പിന്നെ റെക്കോർഡ് ചെയ്തത്, ആ റെക്കോർഡിൽ എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാലോ. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ. പാപ്പാണ് ഉഷാറാശനിയാ. റാഹത്തല്ലേ? നല്ല റാഹത്ത്. പതിയിലാണോ? ഇപ്പോൾ പതിയിലാണ്. അൽഹംദുലില്ലാ. നാളത്തെ പരിപാടിക്ക് പ്രത്യേകമായിട്ട് സമ്മതമാക്കാൻ വിളിച്ചതാ. പ്രത്യേകം സമ്മതം. നമ്മളെ പാറക്കാവാണ് പേരോന്റെ അടുത്ത നാട്ടിൽ. ആയിക്കോട്ടെ. എല്ലാ രാജ്യവും നമുക്ക് തുല്യം. അതെ, നമുക്കെല്ലാ രാജ്യവും. അപ്പോ ആ മദത് വേണം. ഉണ്ട്. ചായമായിട്ടുണ്ട്. കുത്തുബുല്ലാലമഞ്ഞ്. വേറെന്താ മകളുണ്ട്? ആയിക്കോട്ടെ. മറുപടി പറയാനുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ എനിക്ക്. സാധിക്കൂല. മൊത്തത്തിൽ സാധിക്കൂല എന്നാണ് കേട്ടത്. ചെറിയ മാസ്ഥാനൊക്കെ അല്ലേ? അവർക്കൊക്കെ നായപ്പാണ്. അവരൊന്നും ഈ പെട്ടയല്ല. വ്യത്യസ്തം. ചേർപ്പിച്ചാലൊക്കെ നമ്മൾ അതല്ല ഒന്ന് സംശയിക്കണ്ട. അതല്ല അവരാ കാണിച്ചെന്ന റൂട്ടാണല്ലോ നമ്മൾ പറയുന്നത്.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളിട്ടോ. വൈലത്തൂർ തങ്ങൾ പാപ്പയോട് സംസാരിച്ച് ഇവൻ അങ്ങോട്ട് പറയാണ്, വൈലത്തൂർ തങ്ങൾ പാപ്പ മതതുണ്ട് എന്ന് പറയാണ്, അതല്ലാതെ ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല. പിന്നെ ഇവനെ പഠിപ്പിച്ച ഉസ്താദ് സുലൈമാൻ ഉസ്താദിന് റാഹത്തല്ലേ എന്ന് അങ്ങോട്ട് ചോദിക്കുമ്പോൾ സുലൈമാൻ ഉസ്താദും AP ഉസ്താദിനൊക്കെ റാഹത്ത് തന്നെയാണ്, അവരൊക്കെ നമ്മളൊപ്പം തന്നെയാണെന്ന് പറയുമ്പോൾ അവർ കാണിച്ചു തന്ന വഴിയിലൂടെയാണല്ലോ നമ്മൾ പോണത് എന്നീ നൗഷാദ് കാട്ടുകള്ളൻ അങ്ങോട്ട് വൈലത്തൂർ തങ്ങൾ പാപ്പയോട് പറയാണ്. കേട്ടില്ലേ റെക്കോർഡിൽ? നമ്മൾ അവർ കാണിച്ചു തന്ന തൊരീക്കിലൂടെയാണല്ലോ പോണത്. എന്തേ നൗഷാദേ ഇപ്പോൾ തെറ്റുപറ്റിയത്? അതിൽ നിന്ന് തന്നെ വേപ്പിൻ്റെ എടുത്ത് എറിയുന്നത് പോലെ രാത്രി 12 മണിക്ക് തന്നെ എടുത്ത് എറിഞ്ഞത് പത്രത്തിൽ വന്നപ്പോൾ പിറ്റേ ദിവസം ആകെ കരിമ്പും തോട്ടത്തേക്ക് കാട്ടാന കയറിയ പോലല്ലേനോ? എന്നിട്ട് എന്തേ നൗഷാദ്? എന്നിട്ട് ഈ AP ഉസ്താദിൻ്റെ അടുത്തും സുലൈമാൻ ഉസ്താദിൻ്റെ അടുത്തൊക്കെ പോയി കുമ്പസരിച്ചു. എന്നിട്ട് നീ അവസാനം പ്രസംഗിച്ചു നടന്നു. അവസാനം നീ വൈലത്തൂർ തങ്ങൾ പാപ്പയോടൊക്കെ വിളിച്ചപ്പോൾ വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞു, ഓര് ഞമ്മളൊപ്പാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അതേ ഓരൊക്കെ കാണിച്ചു തന്ന മാതൃകയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എന്തേ കാട്ടുകള്ള അതിൽ നിന്ന് നീ മാറി? AP ഉസ്താദ് ഇപ്പം നിനക്ക് മോശക്കാരനായില്ലേ? അനക്ക് 10 വർഷം മോദി തന്ന സുലൈമാൻ ഉസ്താദ് മോശക്കാരനായില്ലേ? അവരോട് പൂളക്ക് കളക്കാൻ പോകാൻ പറഞ്ഞ വിഡ്ഢികളിൽപ്പെട്ട പരമവിഡ്ഢിയല്ലേ നീ പൊന്നാര നൗഷാദേ? ഇനി ബാക്കി പറയട്ടെ. തീർച്ചയായിട്ടും അതെ. അപ്പോ ഇപ്പൊ പറഞ്ഞ് മുത്തനബി തങ്ങളെ നൂറാനിയത്തിന് തന്നെ നിശ്ചയിക്കുന്ന കോലത്തിലൊക്കെ ഇയാളെ പ്രസംഗം പോട്ടു പേരുണ്ടേ. ഇവൻ അങ്ങോട്ട് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്തിനെ എതിർത്തുകൊണ്ടാണ് പേരോട് ഉസ്താദിന്റെ പ്രഭാഷണം. എന്നിട്ടും വൈലത്തൂർ തങ്ങൾ പാപ്പ ഒന്നും പറയുന്നില്ല കേട്ടോ. അയാളൊരു വഹാബി ശൈലിയിലേക്കാണ് ഇപ്പൊ പോണ്ട്. അയാൾ പറഞ്ഞ നോണനെ സുബൂത്താക്കണല്ലോ. അതിനു വേണ്ടി പറയാം, മറുപടി പറയില്ല. എന്നാൽ വേറെ ഏതെങ്കിലുമൊക്കെ പ്രസംഗത്തിൽ ഇങ്ങനെ സൂചിപ്പിച്ച് പറയും. അത് നമ്മൾ വിട്ടിട്ടില്ല, ഓരോ സ്ഥലത്തും പറയുന്നുണ്ട്. ചെറുപ്പനച്ചി കഴിഞ്ഞപ്പോ പാറക്കടവ പ്രത്യേകിച്ച് നാളെ നോക്കണം. നാളെ നോക്കൂ. ആയിക്കോട്ടെ. വ്യക്തമായിട്ടല്ലേ പറഞ്ഞത്? ഇത് പറയുമ്പോ എത്ര ശക്തിയിലും സന്തോഷത്തിലാണ്. ഇത് എല്ലാ നേതാക്കളും തന്നെ നിങ്ങളെ കാട്ടുകള്ള നീ അങ്ങോട്ട് പറയുമ്പോ ആ എന്ന് പറയാ എന്നല്ലാതെ എന്തെങ്കിലും അവരങ്ങനെ തന്നെയാണ്. പേരോട് ഉസ്താദിനൊരു കുറ്റപ്പെടുത്തിയൊരു വാക്ക്, അതല്ലെങ്കിൽ പൊന്മള ഉസ്താദിനെ കുറ്റപ്പെടുത്തിയൊരു വാക്ക്, അതല്ലെങ്കിൽ മറ്റു പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്തിയൊരു വാക്ക് ജീലാനി തങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ. ഒക്കെ നീ പറഞ്ഞപ്പോ നിന്നോട് എന്ന് പറഞ്ഞു. അത് നിന്നെ തെറ്റിക്കണ്ട വിചാരിച്ചിട്ട്. അനക്കറിയോ വൈലത്തൂർ തങ്ങൾ പാപ്പനെ? വൈലത്തൂർ തങ്ങൾ പാപ്പ വലിയ മഹാനല്ലേ? കുപ്പിക്കാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളെ കൽഭാഗമെന്നോ വേറി. ഓ മൊയ്തു നൗഷാദേ, എൻ്റെ വിളി കേട്ടാൽ എൻ്റെ വിളി കേട്ടാൽ ആ തങ്ങൾ പാപ്പക്ക് അറിയാ നീ പറ്റിക്കാനാണ് എന്ന്. ആയതുകൊണ്ട് തന്നെ നിനക്ക് എന്ന് പറഞ്ഞ് നിന്നെ വെറുപ്പിക്കാതെ അതിനോടൊപ്പം നിർത്തിയിട്ട് നന്നാക്കാൻ വേണ്ടി കൊണ്ട് ശ്രമിക്കുകയായിരുന്നു വൈലത്തൂർ തങ്ങൾ. പക്ഷേ വൈലത്തൂർ തങ്ങൾ പാപ്പ ലോകത്തോട് വിട പറഞ്ഞു പോയി. നൗഷാദേ, എൻ്റെ കള്ളത്തരം നടക്കൂലടാ, എൻ്റെ കള്ളത്തരൊന്നും നടക്കൂല മോനെ. പിന്നെന്തങ്ങളുടെ കാത്ത് സ്വപ്രനിരിക്കി ഞങ്ങൾ ആവശ്യം നേരത്തെ ഇതൊക്കെ എല്ലാ സന്നാഹ ഈ ആവശ്യം നേരത്തെ എന്ത് കളിപ്പുണ്ട് എന്നിട്ട് എനിക്ക് വൈലത്തൂർ തങ്ങൾ പാപ്പാനെ തെറ്റുപറ്റി? വൈലത്തൂർ തങ്ങൾ പാപ്പാനെ എന്ത് ചെയ്തു? വൈലത്തൂർ തങ്ങളെയും അതുപോലെ തന്നെ പൊന്മള ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും ഉള്ളാളത്തപ്പാപ്പാനെയും കാന്തപുര ഉസ്താദിനെയും തെറ്റിക്കാൻ വേണ്ടിക്കൊണ്ട് എൻ്റെ കാട്ടുകള്ളനും നീയും ഒരുങ്ങി. പക്ഷേ അത് പരാജയപ്പെട്ടു പോയി. ത്വാഹിദ് സഖാഫിനെ അതിൽ കൂട്ടിയിരുന്നു. പക്ഷേ അത് ആ സാധു വിഷയം മനസ്സിലാക്കി പിന്തിരിഞ്ഞു പോന്നു.
അവർക്കൊക്കെ മനസ്സിലായി നീ ചതിക്കുകയാണെന്ന്. അവര് പിന്നെ സുന്നത്യമായത്തിനോടൊപ്പം ഉറച്ചു നിന്നോടും കൂടിയാണ് ആദർശ മുന്നേറ്റത്തിന് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനത്രേ ഓൻ്റെ ആദർശ മുന്നേറ്റം. പൊന്നാരൻ്റെ ചെങ്ങായി ഇങ്ങോട്ട് ചോദിച്ച മാതിരി പൂളക്ക് ഇളക്കാൻ പോയിക്കൂടെ? എനിക്ക് എന്നോട് അതല്ല ചോദിക്കണത്, ഉള്ളിക്ക് തൂറാൻ പോയിക്കൂടെ എന്നാണ് എന്നോട് ചോദിക്കേണ്ടത്. ആ പൂളക്ക് ഇളക്കാൻ പോയിക്കൂടെ എന്നല്ല. കാരണം അതിനെന്നെ പറ്റൂല. കളിച്ച പൂള വേകൂല, പൂള കളിച്ചാൽ വേകൂല. ഇനി ഒരു